സിറിയയെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഔദ്യോഗികമായി ഒഴിവാക്കിയ അമേരിക്ക 1979 മുതൽ 47 വർഷത്തോളം പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന സിറിയയെ ഒഴിവാക്കിയത് അമേരിക്ക സിറിയ ബന്ധത്തിൽ നിർണായക മാറ്റമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ പുതിയ ഭരണകൂടം അന്താരാഷ്ട്ര തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതിനുള്ള നടപടികളും കൂടുതൽ ഉറപ്പുകളും നൽകിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതായി റിപ്പോർട്ട്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടത്തിന്റെ നടപടികൾ പരിഗണിച്ചാണ് പട്ടികയിൽ നിന്നുള്ള നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് സിറിയയെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നതിനായി പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ സർക്കാർ സ്വീകരിച്ച നല്ല നടപടികളെ അംഗീകരിച്ചാണ് അമേരിക്ക ഈ വിലക്ക് നീക്കിയതെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതായാണ് റിപ്പോർട്ട്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ സിറിയയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിനും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾക്കും ഉണ്ടായിരുന്ന പ്രധാന തടസ്സങ്ങൾ നീങ്ങും. രാജ്യത്തിന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും സ്വകാര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടി സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തലെന്നും റിപ്പോർട്ടുണ്ട്. ഇന്നത്തെ നടപടി സിറിയയിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിരത വളർത്താൻ സഹായിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. സിറിയയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനൊപ്പം അൽ നുസ്ര ഫ്രണ്ട് എന്നറിയപ്പെട്ടിരുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ ഭീകര സംഘടനാ പദവിയും അമേരിക്ക പിൻവലിച്ചു. സിറിയയെ ആഗോള സാമ്പത്തിക സംവിധാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് സഹായം നൽകുന്നതിനുമുള്ള അമേരിക്കൻ നയത്തിലെ പ്രധാന ചുവടുവയ്പ്പാണ് പുതിയ തീരുമാനമെന്ന് അമേരിക്കയിലെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പട്ടികയിൽ നിന്ന് US സിറിയയുടെ വിലക്ക് നീക്കം ചെയ്തതോടെ ക്യൂബ, ഉത്തര കൊറിയ, ഇറാൻ എന്നീ 3 രാജ്യങ്ങളാണ് നിലവിലെ പട്ടികയിലുള്ളത്. 1979 ഡിസംബറിലാണ് സിറിയയെ അമേരിക്ക ആദ്യമായി സ്റ്റേറ്റ് സ്പോൺസർ ഓഫ് ടെററിസമായി പ്രഖ്യാപിച്ചത്. ഭീകര സംഘടനകൾക്ക് രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു അന്നത്തെ നടപടി. ബഷർ അൽ അസദ് ഭരണകാലത്ത് ഇറാനുമായും ഹിസ്ബുള്ളയുമായും സിറിയ പുലർത്തിയിരുന്ന അടുത്ത ബന്ധവും അമേരിക്കയുടെ നയത്തിൽ പ്രധാന ഘടകമായിരുന്നു. 2023 അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിലും അസദ് ഭരണകൂടം ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും രാഷ്ട്രീയ പിന്തുണയും നൽകിയതായി ആരോപിച്ചിരുന്നു. എന്നാൽ 2024 ബഷർ അൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ സിറിയയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടായി. അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധം മെച്ചപ്പെടുത്താനും സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നേടാനും ശ്രമിച്ചു. അതിന്റെ ഭാഗമായി അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും നയതന്ത്ര ചർച്ചകൾ ശക്തമായി. പട്ടികയിൽ നിന്ന് പുറത്താക്കിയതോടെ സിറിയയ്ക്ക് അമേരിക്കൻ സാമ്പത്തിക സംവിധാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കും. അമേരിക്കൻ വിദേശ സഹായം, പ്രതിരോധ കയറ്റുമതി, ചില സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ സിറിയയിലേക്ക് വിദേശ നിക്ഷേപം എത്താനുള്ള സാധ്യത വർദ്ധിക്കും. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും ബാങ്കിംഗ് മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സിറിയയെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നത് അമേരിക്ക സിറിയക്കെതിരായ എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായി പിൻവലിച്ചു എന്നർത്ഥമല്ല. മുൻ അസദ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, ഭീകര സംഘടനകളുമായുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ചില വ്യക്തിഗത ഉപരോധങ്ങൾ ഇപ്പോഴും തുടരും. സിറിയയിലെ ഭീകരവാദ ഭീഷണിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. അതിനാൽ സിറിയയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുമ്പോഴും സുരക്ഷാ വിഷയങ്ങളിൽ അമേരിക്ക ജാഗ്രത തുടരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.